Praise the Lord. The topic for today's devotion is in Christ. Now, Colossians 3:3, if you see, Colossians 3:3 എഴുതിയിരിക്കുന്ന for you died and your life is now hidden with Christ in God. It means we were spiritually dead, but Christ made us alive. Now we are spiritually alive, and since Jesus made us alive, our life is hidden with Christ in God. It means we are in Christ. We are not alone. We are in Christ. So if you read Ephesians 1:1-14, Paul's favorite verse was in Christ. Whichever epistle Paul wrote, there you can see he always writes in Christ, in Christ, in Christ. So if you see Ephesians 1:1-14, about 10 times, more than 10 times ആണ് പറയുന്നത് in Christ. അത് നമ്മൾ അതിൻ്റെ 1-ൽ നോക്കുവാണെങ്കിൽ ഫെയ്ത്ത്ഫുൾ ഇൻ ക്രൈസ്റ്റ്, 3-ൽ നോക്കുവാണെങ്കിൽ എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ് ഇൻ ക്രൈസ്റ്റ്, 4 ചോസൺ ഇൻ ക്രൈസ്റ്റ്, 6 God has freely given us grace in Christ, 7 redemption and forgiveness of sins in Christ, 9 God made known the mystery of his will in Christ, 11 we were heirs or we have an inheritance in Christ, 12 we put our hope in Christ, 13 we were included in Christ, 13 again one more we see we were marked in Christ with the seal of the Holy Spirit. So these are also encouraging verses in Christ. So that is our confidence, that is our hope, that is the only thing that makes us moving in this world, which is just turning topsy-turvy each day. The news that we see, the events that we see, the weather, the climate, everything we see, nothing is favorable, but only one thing is favorable, and that is we are in Christ. Now how do we become in Christ? It's not just by reading or just like what's the head knowledge that we are in Christ, but how did we become in Christ? When we accepted Jesus as Lord and Savior, we were transformed and our relationship with Jesus is redefined. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിച്ചപ്പോൾ എന്ത് പറ്റി? രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് 2 Corinthians 5:17 പറയുന്നത് എന്തുവാ? If anyone is in Christ, he is a new creation. The old has gone, behold, everything is new. ഇവിടെ ഓൾഡ് ഹാസ് ഗോൺ, എവറിത്തിങ് ഈസ് ന്യൂ എന്ന് പറഞ്ഞ് അത് ഞാനടുത്ത് വായിച്ചത് കർത്താവ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഒരു യൂണിക്കായിട്ട് ഒരു ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റി, അത് അങ്ങനെ ഈ ലോകത്ത് വേറെ ആരുമില്ല. ഇപ്പം എന്നെപ്പോലെ കർത്താവ് എന്നെ വീണ്ടെടുത്ത് എന്നെ രൂപാന്തരപ്പെടുത്തി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയപ്പോൾ എന്നെപ്പോലെ ഈ ലോകത്ത് വേറെ ആരുമില്ല. കാരണം കർത്താവിന് വസിക്കാനായിട്ട് എൻ്റെ ശരീരത്തെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക, ഓരോ ദിവസവും കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. അതിനായിട്ട് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ വചനത്താലും പ്രാർത്ഥനയാലും കർത്താവിൻ്റെ ഹിതത്തിനായി നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ മനസ്സിലൊരു എന്താ പറയുക, ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. എൻ്റെ രൂപം എങ്ങനെ ആയിരിക്കണം. രൂപം വെച്ചാൽ ഔട്ട്സൈഡ് റൂമല്ല, എന്നെ കർത്താവ് എങ്ങനെ കർത്താവിനോട് ഓരോ ദിവസവും അത് ആക്കി തീർക്കുന്നത്, അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഓരോ ദിവസവും കർത്താവ് അതിനോട് ചേരുവാൻ, അതിനെ ആക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. അതിനാണ് ഹോളി സ്പിരിറ്റിനെ നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് കർത്താവിൽ ഒരു റീഡിഫൈനായി. അവിടെ നമുക്കൊരു സ്പിരിച്വൽ റീബർത്ത് ഉണ്ടായി. അതെങ്ങനെ? ഇതെല്ലാം ത്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. വിശ്വാസമില്ലാതെ ഒന്നും നമുക്ക് പറ്റത്തില്ല. വിശ്വാസം നമ്മൾ ഏറ്റെടുക്കണം, നമ്മളത് അംഗീകരിക്കണം. കർത്താവിലാണ് ഞാൻ വസിക്കുന്നത്, ഞാൻ ഈ ശരീരത്തിനാണേലും കർത്താവിലാണ് ഞാൻ വസിക്കുന്നത് എന്നുള്ള ഒരു പൂർണ്ണ ഒരു നിശ്ചയം നമുക്ക് വേണം. അങ്ങനെ നമ്മളൊരു ന്യൂ ക്രിയേഷനാണ് ഇൻ ക്രൈസ്റ്റ്, ഒരു പുതിയ ഐഡൻറ്റിറ്റിയാണ് ഇൻ ക്രൈസ്റ്റ്, ഒരു ഇൻറ്റിമേറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമേറ്റ് കമ്മ്യൂണിയനാണ് ഇൻ ക്രൈസ്റ്റ്. അത് നമ്മുടെ ഇൻ ഷോർട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ അസ് ആൻഡ് വി ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു നമ്മളിലും നമ്മൾ ക്രിസ്തുവിലും. ഇതിൽ കൂടെ എന്തോ വേണം? ഒരു രാജാവിൻ്റെ കൂടെ താമസിക്കുന്നതിനേക്കാളും, ഒരു വലിയ റിച്ച് മാൻ്റെ കൂടെ താമസിക്കുന്നതിനേക്കാളും, നമ്മുടെ മക്കളുടെ പാരൻസിൻ്റെ കൂടെ താമസിക്കുന്നതിനേക്കാളും അതിലും സന്തോഷമല്ലേ ക്രിസ്തു നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിൽ നാം വസിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് എന്തോ അതിൻ്റെ ഒരു നമുക്ക് ബ്ലെസ്സിങ് എന്തോ ഹിസ് ഗ്രേസ്, ഹിസ് മേഴ്സി, പ്രൊവിഷൻ, ജീവിതത്തിന് ആവശ്യമുള്ളത് എല്ലാം, ഫ്രീഡം എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് അവർ സ്ട്രെങ്ത്, അവർ സെക്യൂരിറ്റി, അവർ പർപ്പസ്. ഒരു പാട്ടുണ്ടല്ലോ,
In Christ alone, my hope is found. He is my strength, my light, my song, my comforter. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മൈ ഓൾ ഇൻ ഓൾ, ലാസ്റ്റ് പറയുന്നത് ഓൾ ഇൻ ഓൾ. ക്രിസ്തു എൻ്റെ എല്ലാം 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 ക്രിസ്തുവാണ്. ഇനി നമ്മൾ ഈ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് മെയിൻ പോയിന്റ് നോക്കി വെച്ച് പിന്നെ നമുക്ക് ബൈബിളിൽ കൂടെ നോക്കാം എവിടേക്കാണ് ഇൻ ക്രൈസ്റ്റ്, അതെങ്ങനെ നമ്മളെ ബലപ്പെടുത്തും നമുക്കൊന്ന് നോക്കാം. അത് ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്റ്റേറ്റസാണ്, ഒരു പൊസിഷനാണ്, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇപ്പം ഞാൻ ഈ ഒരു പെന്നിൻ്റെ ക്യാപ്പ്, പെന്നിൻ്റെ ലിഡ് എൻ്റെ കയ്യിൽ പിടിക്കൂ, അന്നേരം ഞാൻ എന്തോ പറയുന്നത്, ദിസ് പെൻ ലിഡ് ഈസ് ഇൻ മൈ പാം, എൻ്റെ കൈക്കുള്ളിലത് അല്ലേ. അന്നേരം ഞാൻ എവിടെ കൈ നീട്ടുന്നു, എവിടെ കൈ ഞാൻ മാറ്റുന്നു, ആ പെന്നിൻ്റെ ലിഡും എൻ്റെ കൂടെ വരും. അതാണ് ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഒരു ഇലസ്ട്രേഷന്. ഇപ്പം ഞാൻ ക്രിസ്തുവിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ, ക്രിസ്തുവിൻ്റെ കൈക്കുള്ളിൽ ഒരു വചനം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഹി ഹാസ് എൻഗ്രേവ്ഡ് യു ഇൻ ദ പാംസ് ഓഫ് ഹിസ് ഹാൻഡ്. അത് ക്രിസ്തുവിൻ്റെ കൈക്കുള്ളിൽ നമ്മളെ അങ്ങ് എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്നേരം ക്രിസ്തു എവിടെ നീങ്ങുന്നോ നമ്മളും അതിൻ്റെ കൂടെ അങ്ങ് നീങ്ങുക. പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യണം. അവിടെ ഒരു ഹ്യൂമിലിറ്റി വേണം. നമ്മുടെ സെൽഫ് വില്ല് അത് പൊങ്ങി വന്നാൽ, നമ്മുടെ ഫ്ലഷ് പൊങ്ങി വന്നാൽ ക്രിസ്തുവിൻ്റെ കയ്യിൽ നമുക്ക് നിൽക്കാൻ, കാരണം ക്രിസ്തു ഹോളിയായിട്ട് നമുക്കത് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ആണെങ്കിൽ, ക്രിസ്തുവിൽ ആയിരിക്കുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കണം. ആ പെന്നിൻ്റെ ക്യാപ്പ് എൻ്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന പോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കും. നമ്മുടെ അഹങ്കാരവും ജലസിയും നമ്മുടെ ഫ്ലഷും ഇതൊന്നും പൊങ്ങുവാൻ അനുവദിക്കരുത്. ഇനി നമ്മുടെ സ്റ്റേറ്റസ്, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് ഇൻ ക്രൈസ്റ്റ് ആകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റസ് എന്തുവാ, അത് Ephesians 2:6 7 നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഗോഡ് റേസ്ഡ് അസ് അപ്പ്, നമ്മൾ മരിച്ചിരിക്കുമായിരുന്നു, നമ്മൾ പാപത്തിൽ മരിച്ചിരിക്കുമായിരുന്നു. ആൻഡ് ഗോഡ് റേസ്ഡ് അസ് അപ്പ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് കൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ നമ്മളെ ഇരുത്തി, സീറ്റഡ് അസ് വിത്ത് ഹിം, എവിടെയാ, ഇൻ ദ ഹെവൻലി റെൽംസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അന്നേരം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല ക്രിസ്തുവിൻ്റെ അടുത്ത് പോകുന്നത്, അത് പോകും. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ മരിച്ച നിലയിൽ ആ ആത്മീയ മരണത്തിൽ നമ്മളെ വിടുവിച്ച് നമ്മളെ ഉയർത്തെഴുന്നേറ്റ് നമ്മളെ അവിടെ ഇരുത്തി, ക്രിസ്തുവിൻ്റെ കൂടെ ഇരുത്തി. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന എവിടെ, ഇൻ ക്രൈസ്റ്റ്. നമ്മളിപ്പം ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നത്. അത് പക്ഷേ ഇൻ ദ കമ്മിങ് ഏജസ് അതിൻ്റെ ആ ഇൻകമ്പാരിബിൾ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ് ആൻഡ് കൈൻഡ്നെസ് ടു അസ് ഇൻ ക്രൈസ്റ്റ്, അതിനി വരുന്ന കാലത്ത് നമുക്കറിയാം നമ്മൾ എന്നേക്കുമായി ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു സമയം വരും. അന്നേരം അതുകൊണ്ട് എന്തോ, വാട്ട് ഈസ് ട്രൂ ഓഫ് ക്രൈസ്റ്റ് ഈസ് ട്രൂ ഓഫ് മീ. ക്രിസ്തുവിലുള്ളത് എന്തൊക്കെ സത്യം, ക്രിസ്തു എങ്ങനെയായിരിക്കുന്നു അതുപോലെ ഞാനുമാണ്. അതാ ട്രാൻസ്ഫോർമേഷൻ, അതാ ഒരു ഗ്രേറ്റ് സ്റ്റെപ്പ്. ഒരു മാച്വർ ക്രിസ്ത്യൻ ആകാൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പ് അതാണ്. വൺസ് വി അണ്ടർസ്റ്റാൻഡ് ദിസ്, അതാണ് നമ്മുടെ സ്റ്റെഡ് ഫാസ്റ്റ് ഫെയ്ത്ത്. ഇത് നമ്മളൊരു പ്രാവശ്യം മനസ്സിലാവുക, നമ്മൾ ക്രിസ്തുവിൽ ആരാണ്, ഇൻ ക്രൈസ്റ്റ് ഞാൻ ആരാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ഫോൾസ് ഡോക്ട്രിനോ ഒരു സർക്കംസ്റ്റാൻസസോ നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതയോ ഒന്നും നമ്മളെ അതിൽ നിന്ന് മാറ്റത്തില്ല. കാരണം നമുക്കറിയാം ഇൻ ക്രൈസ്റ്റ് ഒരു ഉറപ്പ് നമുക്കുണ്ട്. ദ ഷ്യൂർ ഫൗണ്ടേഷൻ, ഹീസ് ദ കോർണർ സ്റ്റോൺ, അതെല്ലാം നമുക്കറിയാം. അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോം ഫില്ല് ചെയ്യുമല്ലോ, പാസ്പോർട്ട് ഓഫീസിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അതിലെഴുതിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റസ് എന്തുവാ, അത് മാരീഡാണോ അൺമാരീഡാണോ സിംഗിളാണോ, അതങ്ങനെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഒരു സ്റ്റേറ്റസ് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യുവാണെങ്കിൽ എന്തുവാ നമ്മൾ എഴുതേണ്ടത്, ഇൻ ക്രൈസ്റ്റ്. ആ ഒരു ഉറപ്പ് എപ്പോഴും, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി. നമ്മൾ ഇൻ ക്രൈസ്റ്റ്, നമ്മുടെ സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ ഇൻ ക്രൈസ്റ്റ്. അതായത് വേറെ ഒന്നും നമുക്ക് വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. അതിന് സെക്കൻഡ് എന്താ, നമ്മൾ ഫസ്റ്റ് കണ്ടു ഇൻ ക്രൈസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റസ്, ഇറ്റ്സ് എ പൊസിഷൻ ഓർ ഇറ്റ്സ് അവർ ഐഡൻറ്റിറ്റി. സെക്കൻഡ് എന്തുവാ, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. അതൊരു റിലേഷൻഷിപ്പാണ്, എ ലിവിങ് ഇൻറ്റിമേറ്റ് റിലേഷൻ. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഇൻ അസ് ഓർ ക്രൈസ്റ്റ് ആൻഡ് മീ, യേശുവും ഞാനും മാത്രമുള്ളൊരു ജീവിതം. അതാണ് എപ്പോഴും അവിടെ മാരേജിന് ക്രിസ്തുവിൻ്റെയും ഒരു ബിലീവറിൻ്റെയും ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മാരേജിനെ കുറിച്ച് പറയുന്നത്, ഒരു മാരേജിൽ ഹസ്ബൻഡും വൈഫും ഒന്നായിത്തീരുന്ന പോലെ, അതുപോലെ ക്രിസ്തുവും ഞാനും ഒന്നായിത്തീരുന്ന ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ. ക്രൈസ്റ്റ് ഈസ് റിസൺ, സോ ഐ ആം സ്പിരിച്വൽ റിസൺ. ക്രൈസ്റ്റ് ഈസ് റൈച്ചിയസ്, ഹി ഹാസ് ഇംപ്യൂട്ടഡ് ദാറ്റ് റൈച്ചിയസ്നെസ് ടു മീ, സോ ഐ ആം ഓൾസോ റൈച്ചിയസ്. ക്രൈസ്റ്റ് ഈസ് ഹോളി, സോ ഐ ആം ഓൾസോ ഹോളി. ഹോളി എന്ന് വെച്ചാൽ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ വിശുദ്ധിയിലല്ല, ഞാനൊരു സെയിൻറ്റ് അല്ല എൻ്റെ പ്രവൃത്തിയും കൊണ്ട്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ കൂടെ ക്രിസ്തുവിനെ പോലായി തീരുവാനായിട്ട് നമ്മുടെ വചന ധ്യാനത്തിലും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ക്രിസ്തുവിനോട് ഫെലോഷിപ്പിലും മറ്റുള്ളവരുടെ കൂടെ ഫെലോഷിപ്പിലും പൗലോസ് എപ്പോഴും പറയുന്നത്, ഐ വോണ്ട് ടു നോ ഹിം മോർ ആൻഡ് മോർ. ആ ഒരു ഫെലോഷിപ്പിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ പോലെ ഇൻ ക്രൈസ്റ്റ് ആകാൻ പറ്റുന്നത്.
നമ്മൾ കൊലോസിയൻസ് 2:6-7 വായിക്കുമ്പോൾ നമുക്കറിയാം. സോ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു അല്ലയോ, നമ്മളിനി ക്രിസ്തുവിനോട് ജീവിക്കണം. സോ ജസ്റ്റ് ആസ് യു റിസീവ്ഡ് ക്രൈസ്റ്റ് ജീസസ് ആസ് ലോർഡ്, കണ്ടിന്യൂ ടു ലിവ് ഇൻ ഹിം, റൂട്ടഡ് ആൻഡ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം, സ്ട്രെങ്തൻഡ് ഇൻ ദ ഫെയ്ത്ത് ആസ് യു വെർ ടോൾഡ് ആൻഡ് ഓവർഫ്ലോയിങ് വിത്ത് താങ്ക്ഫുൾനെസ്. ക്രിസ്തുവിൽ നമ്മളെ സ്വീകരിച്ചു അല്ലേ, ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കെല്ലാം ആൻഡ് ഓൾ ദോസ് ഹു ബിലീവ്ഡ് ആൻഡ് റിസീവ്ഡ് ഹിം ഹി ഗേവ് ഹിം ദ റൈറ്റ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ജോൺ 1:14 അന്നേരം നമ്മളിപ്പം ക്രിസ്തുവിൻ്റെ മക്കളാണ്. പക്ഷെ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കണം. ഇൻ ഹിം, ക്രിസ്തുവിൽ ജീവിക്കണം. നമ്മളിലല്ല, നമ്മുടെ ഹിതപ്രകാരം ക്രിസ്തുവിൽ ജീവിക്കണം. അതെങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മുടെ വേര് ക്രിസ്തുവിലോട്ടാക്കണം, ക്രിസ്തുവിൻ്റെ ടീച്ചിങ്ങിലോട്ടാക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലോട്ടാക്കണം. പിന്നെ നമ്മൾ ബിൽഡ് അപ്പ് ഇൻ, ക്രിസ്തുവിൻ്റെ കൂടെ നമ്മളും വളരണം. അങ്ങനെ നമ്മുടെ ഫെയ്ത്ത് സ്ട്രെങ്തനായി നന്ദിയോട് നമ്മൾ ജീവിക്കണം. അതാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്. അന്ന് 2 കാര്യം നമ്മൾ കണ്ടു. നമ്മുടെ സ്റ്റേറ്റസ് ക്രിസ്തുവിലാണ്, നമ്മുടെ റിലേഷൻഷിപ്പ് ക്രിസ്തുവിലാണ്. പിന്നെ ഒരു കുഞ്ഞു കാര്യം, ഒരു ഇല്ലസ്ട്രേഷൻ ഒന്നുകൊണ്ട് നമുക്ക് നോക്കാം. ഹൗ ടു നോ ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിലാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് ഒരു 2 Corinthians 5:17 തന്നെ നമ്മൾ വായിച്ചല്ലോ, ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. അന്നേരം പുതിയ സൃഷ്ടിയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ, പഴയത് കഴിഞ്ഞു പോയെങ്കിൽ പഴയത് നമുക്ക് വേണ്ട. അത് നമ്മളൊരു ഒരു പേജ് എടുത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. നമ്മുടെ പഴയ നേച്ചറിൽ നമ്മൾ എന്തൊക്കെ നിർത്തി, what all things we stopped, or whatever things it was in our nature, in our old nature, Adamic nature, flesh nature, നമ്മുടെ സെൽഫിൽ നേച്ചർ, അതെന്തൊക്കെ നമ്മൾ ഇപ്പോൾ ഇൻ ക്രൈസ്റ്റ് ആയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. സെക്കൻഡ്, നമ്മളൊരു ന്യൂ നേച്ചർ ഇൻ ക്രൈസ്റ്റ് കിട്ടിയപ്പോൾ നമ്മൾ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു 10 കാര്യം എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോഴും പഴയ സ്വഭാവത്തിലാണോ നിൽക്കുന്നത്, ഓൾഡ് നേച്ചറിലാണോ, ന്യൂ നേച്ചറിലാണോ, അഡമിക് നേച്ചറിലാണോ, അതോ ഇൻ ക്രൈസ്റ്റ് നേച്ചറിലാണോ. ഈ കാര്യങ്ങൾ, അതിൻ്റെ 3 പോയിന്റ് നമുക്ക് എഴുതാനായിട്ട് ഈസി ആയിട്ടുള്ള നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഹൗ ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ആൻഡ് വിത്ത് അതേഴ്സ്. പണ്ടത്തെ നേച്ചറിലും ഇപ്പോഴത്തെ നേച്ചറിലും നോക്കിക്കഴിഞ്ഞാൽ എന്തോ വ്യത്യാസം. മൈ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ആൻഡ് വിത്ത് അതേഴ്സ്. മൈ ക്യാരക്ടർ, എൻ്റെ നേച്ചർ, എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. തേർഡ്, മൈ പർപ്പസ്, എൻ്റെ കോളിംഗ് ഇൻ ലൈഫ്, എൻ്റെ ഒരു പർപ്പസ് ഡ്രിവൻ ലൈഫ് ആണോ, ക്രൈസ്റ്റ് സെൻറ്റേഡ് ലൈഫ് ആണോ. ഇതൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം, നമ്മൾ ഈ ക്രിസ്തുവിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ബൈബിൾ പ്രകാരം, ബൈബിൾ വേഴ്സസ് വെച്ച്, നമ്മൾ വെറുതെ നമ്മുടെ മനസ്സും കൊണ്ട് പറയുന്നതല്ലല്ലോ, ബൈബിൾ എന്തുവാ പറയുന്നത് വെൻ വി ആർ ഇൻ ക്രൈസ്റ്റ്. അത് നമുക്ക് സെക്കൻഡ് പാർട്ടി നോക്കാം. ഈ വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.